Kerala Assembly Elections 2026. രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. വീഡിയോ 5. മന്ദിരങ്ങളിൽ ഉണ്ടാവേണ്ട സൗകര്യങ്ങൾ, വീഡിയോ എടുക്കാൻ അനുവാദം, മരുന്നു വാങ്ങുന്ന രീതി, ഉപയോഗിക്കാത്ത കെട്ടിടങ്ങൾ, ചികിത്സ പദ്ധതികൾ, ജലസ്രോതസ്സുകളുടെ ശുചിത്വം മുതലായവ. ഇവയുടെ 1, 2, 3, 4 ഭാഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 5ാം ഭാഗം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 19 വീഡിയോകൾ കൂടി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. കേരള 33 മന്ദിരങ്ങളിലെ മുറികളിലും ശുചിമുറികളിലും ഉണ്ടാവേണ്ട സൗകര്യങ്ങൾ നിർണയിച്ച് ഉത്തരവ് ഇറക്കി നടപ്പിൽ വരുത്തുക. 34 മന്ദിരങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിച്ചു ഇവ ഉറപ്പുവരുത്താൻ MLA-മാർക്ക് ചുമതല നൽകുക. 35 സ്ഥാപന മേധാവികളും മറ്റു ജീവനക്കാരും അവരുടെ അധികാരസ്ഥലങ്ങളിൽ ഇവ എല്ലാ സ്ഥാപനങ്ങളിൽ വീഡിയോ എടുത്തു പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾക്കും ജീവനക്കാർക്കും അധികാരം നൽകുക. സ്വകാര്യതയ്ക്ക് ഭംഗം ഉണ്ടാവാതെ ചികിത്സ. 37 സർക്കാർ ജീവനക്കാർക്ക് അവരോട് ഫോണിലൂടെയോ നേരിട്ടോ സംസാരിക്കുന്ന ജനങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സംസാരം റെക്കോർഡ് ചെയ്തോ വീഡിയോ എടുത്തോ സൂക്ഷിക്കാനും അവ തെളിവായി നൽകാനും സ്വകാര്യതയ്ക്ക് ഹാനികരമാകാതെ പ്രചരിപ്പിക്കാനും അധികാരം നൽകുക. തിരിച്ചും 38 ആരോഗ്യ സ്ഥാപനങ്ങളിൽ മരുന്ന്, ഉപകരണങ്ങൾ എന്നിവക്കുള്ള വാർഷിക ഇന്റൻ തയ്യാറാക്കുന്നതിന് നിലവിലുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഒഴിവാക്കുക. ഇന്റൻ സാധനങ്ങളുടെ ആവശ്യകത ഉറപ്പുവരുത്തുന്നതിലുള്ള ഉത്തരവാദിത്തം ഇന്റൻ നൽകിയവർക്ക് മാത്രം ആയിരിക്കുമെന്ന് വ്യവസ്ഥ ചെയ്യുക. 39 മുൻ സർക്കാരുകൾ നിർമ്മിച്ചു ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്ന കെട്ടിടങ്ങളുടെ ലിസ്റ്റും അവ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതിന്റെ കാരണവും 3 മാസത്തിനകം പ്രസിദ്ധീകരിച്ചു 1 വർഷത്തിനിടയിൽ ഉപയോഗപ്പെടുത്തുക. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റു വകുപ്പുകൾക്കായി ഉപയോഗപ്പെടുത്തുക. ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതിന്റെ കാരണങ്ങൾ മുൻ സർക്കാരുകളുടെ വീഴ്ചയായി പ്രഖ്യാപിച്ചു പ്രചാരണം നടത്തുക. അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമുള്ള ചികിത്സ പദ്ധതികൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സാ പദ്ധതികൾ നിലവിൽ ഉള്ളവർക്കും ബാധകമാക്കുക. മന്ത്രിമാർ, MLA-മാർ, IAS-കാർ, PSC മെമ്പർമാർ, ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സ പദ്ധതികൾക്ക് സർക്കാർ പണം നൽകുന്നത് നിരോധിക്കുക. 41 വകുപ്തലവന്മാരായി അതത് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്ന നിയമം കൊണ്ടുവരിക. 42 IAS തസ്തികകൾ കുറക്കുക. സെക്രട്ടേറിയറ്റിലെ IAS തസ്തികകൾ കുറക്കുക. ഫെയിലുകൾ കാണേണ്ട തസ്തികകളുടെ എണ്ണം കുറക്കും. പോലീസ് വകുപ്പിൽ IPS തസ്തിക കുറക്കുക. പറ്റാവുന്നിടത്തോളം തസ്തികകൾ സംസ്ഥാന ജീവനക്കാരുടേത് ആക്കുക. 43 കായൽ, കുളം, നദികൾ, തോട് എന്നിവയിലേക്കും അവയിലേക്ക് പതിക്കുന്ന ഓടകളിലേക്കും പുരയിടങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നും സെപ്റ്റിക് മാലിന്യവും അഴുക്കുചാലുകളും ഒഴുക്കിവിടുന്നത് നിരോധിക്കുക. ഇങ്ങനെ ചെയ്തിട്ടുള്ളവ 6 മാസത്തിനകം മാറ്റണമെന്ന് നിയമം കൊണ്ടുവരിക. മാറ്റാത്തവ 1 വർഷത്തിനകം സർക്കാർ ചെലവിൽ അടച്ചു ഭീമമായ ഫൈനോടൊപ്പം ചെലവിന്റെ 10 ഇരട്ടിയും ഉടമസ്ഥരിൽ നിന്നു ഈടാക്കും.